ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്നത് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതെന്നെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നോക്കാം നമുക്ക് എന്താണ്. അപ്പോൾ ഇതാ ചൈന ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു പെട്ടി, പിന്നെ അതുപോലെ തന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ബിസ്ക്കറ്റാണ് അറോറോട്ട് ബിസ്ക്കറ്റ്, പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കസ്റ്റാർഡ് പൗഡറാണിത്, പിന്നെ പാല്. ഇപ്പം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചൈന ഗ്ലാസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് ആദ്യം ഇതിങ്ങനെ എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് വേണം കേട്ടോ. ഒരു പാക്കറ്റ് പാലിൻ്റെ കണക്കിലാണ് ഞാൻ പറയുന്നത്, 100 ഗ്രാം പാലിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് എവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് പാല് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പം മിൽക്ക് മെയ്ഡ് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡ് അല്ല, ഫുള്ളായിട്ട് ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ആ സമയം കൊണ്ട് തന്നെ നമുക്കിപ്പുറം നമ്മളെ ചൈന ഗ്ലാസ് ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്താണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ബട്ടർ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിന്. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ബട്ടറാണ്. അത് ബട്ടർ ചേർക്കാൻ ഇപ്പോൾ മറന്നുപോയി, പിന്നെ അത് പിന്നീടാണ് ചേർത്തത്. അപ്പോൾ ഇതാ നമ്മളെ ചൈന ഗ്ലാസ് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10-12 ബിസ്ക്കറ്റാണ് ഞാൻ ചേർത്തത്. ആ പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കുക, അതല്ല ഇത് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ ബ്രെഡ് കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ബട്ടർ ഇടേണ്ടത് ഓർമ്മ വന്നത്. അങ്ങനെ ഇതാ ഞാൻ ബട്ടർ ഇടുന്ന 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 500 ഗ്രാം പാലിൻ്റെ കണക്കിലാണ് ഞാൻ പറയുന്നത്. 100 ഗ്രാം ബട്ടർ വേണ്ട, അതിൻ്റെ പകുതി മതി. അപ്പോൾ 50 ഗ്രാം ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചൂടുള്ളതുകൊണ്ട് തന്നെ വേഗം മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പിന്നെ പാല് തിളക്കുന്ന സമയത്താണ് ഇത് ചേർക്കേണ്ടത്, അന്നേരം മറന്നു പോയതാണ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറണം. എന്നിട്ട് വേണം ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ. അപ്പം നമുക്ക് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിത് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോഴേക്കും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമുള്ള പുഡിങ്ങാണ് ഇത്. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡും വെച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിൻ്റെ പകരം ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ബദാം ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കാം. ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. എന്തായാലും നിങ്ങൾ ഒരിക്കൽ ഇത് ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഈ പുഡിങ് ഉണ്ടാക്കും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.